ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഈ സമയം ചിന്തയ്ക്കടുത്ത വിശുദ്ധ വേദഭാഗം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1 മുതലുള്ള ചില വേദഭാഗങ്ങൾ. അവിടെ എഫെസോസ് സഭയുടെ ദൂതനെ എഴുതുക എന്നാണ് നമ്മൾ പ്രാരംഭ വാക്യത്തിൽ വായിക്കുന്നത്. എഫെസോസ് സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. എഫെസോസ് സഭ ഇന്നത്തെ തുർക്കി രാജ്യത്തിൽപ്പെട്ട എഫെസോസ് പട്ടണം ഒരു വലിയ വ്യാപാര കേന്ദ്രമായിരുന്നു. അർത്തമീസ് അല്ലെങ്കിൽ ഡയാന ദേവിയുടെ ഒരു വലിയ പ്രതിമ ഉണ്ടായിരുന്നു. ഏകദേശം 425 അടി നീളവും 220 അടി വീതിയും ഉള്ള ഈ ക്ഷേത്രം 6 അടി വീതം ഉയരമുള്ള ഏകദേശം 100 തൂണുകളിൽ സ്ഥാപിച്ചിരുന്നു. ഈ എഫെസോസ് പട്ടണം അധാർമികതയും അനീതിയും കൊള്ളരുതാത്തതായ പ്രവൃത്തികൾ നിറഞ്ഞ ഒരു പട്ടണമായിരുന്നു. ഈ പ്രതിമയെ തങ്കവും രത്നവും കൊണ്ട് പൊതിഞ്ഞിരുന്നു. അനേക ഗോത്രങ്ങൾ, ഭാഷക്കാർ, ജാതികൾ ഒക്കെ ഈ പട്ടണത്തിൽ പാർത്തിരുന്നു. ഈ പട്ടണം പ്രത്യേകിച്ച് ഒരു തുറമുഖ നഗരം കൂടിയായിരുന്നു. അത് നിമിത്തം ധാരാളം ബിസിനസ്സുകൾ, അവിടെ കച്ചവടങ്ങൾ നടന്നു വരികയായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ എഫെസോസ് സഭയുടെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ സഭയുടെ ആരംഭത്തെക്കുറിച്ച് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. അവിടെ അക്വില, പ്രിസ്കില്ല എന്നിവർ ഇവിടെ പ്രവർത്തിച്ചിരുന്നതായിട്ടും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോസ്തലനാകുന്ന പൗലൂസിൻ്റെ 2ാമത്തെ മിഷനറി യാത്രയിൽ എഫെസോസിൽ ഏകദേശം 3 വർഷം പൗലൂസ് അവിടെ സുവിശേഷ വേല ചെയ്തിരുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളും, പ്രവൃത്തികളുടെ പുസ്തകം 20-ാമത്തെ അധ്യായം 19 മുതൽ 20 വാക്യം, 19, 20, പിന്നെ 31-ാമത്തെ വാക്യങ്ങളൊക്കെ നമുക്ക് പൗലൂസ് അവിടെ സുവിശേഷ വേല ചെയ്തതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോസ്തലനാകുന്ന പൗലൂസ് എഫെസോസിൽ വെച്ച് നിരവധി കഷ്ടങ്ങൾ, വേദനകൾ, കണ്ണുനീരുകളൊക്കെ പൗലോസിന് നേരിടേണ്ടി വന്നതായിട്ട് പ്രവൃത്തികളുടെ പുസ്തകം 19-ാമത്തെ അധ്യായം 23 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തന്നെ തീമോഥെയോസിനെ ഈ സഭയിലെ ഒരു ശുശ്രൂഷകനായിട്ട് നിയമിച്ചതായിട്ട് 1 തീമോഥെയോസ് 1-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നു. യഹൂദന്മാർ, ജാതികളുമെല്ലാം ഉൾപ്പെട്ട ഒരു സഭയായിരുന്നു എഫെസോസ് സഭ. അതിൻ്റെ 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക,
7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നു. അപ്പോൾ എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, അതായത് ഇത് എഫെസോസ് സഭയിലെ പാസ്റ്റർക്കും അവിടെയുള്ള വിശ്വാസികൾക്കും കൂടെ ഉള്ളതാണ് ഈ ലേഖനം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നുണ്ട്, ഈ കത്ത്. അപ്പോൾ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. 7 നക്ഷത്രം 7 സഭകളുടെ ശുശ്രൂഷകന്മാരാണ്, അല്ലെങ്കിൽ 7 പാസ്റ്റർമാരാണ്. അവർ ദൈവത്തിൻ്റെ ദൂത് വഹിക്കുന്നവരെ, ദൂത് അറിയിക്കുന്നവരെ അവിടെ ദൂതന്മാരെന്നൊക്കെ നമുക്ക് തിരുവചനങ്ങളിൽ കാണുവാനായി സാധിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ തീത്തോസ് എനിക്ക് കൂട്ടാളിയും നിങ്ങൾക്കായിട്ട് കൂട്ടുവേലക്കാരനുമാകുന്നു. നമ്മുടെ സഹോദരന്മാർ സഭകളുടെ ദൂതന്മാരും ക്രിസ്തുവിന് മഹത്വവും ആകുന്നു. അപ്പോൾ അവിടെ വായിച്ചത് ഇങ്ങനെയാണ്: തീത്തോസ് എനിക്ക് കൂട്ടാളിയും നിങ്ങൾക്കായിട്ട് കൂട്ടുവേലക്കാരനും ആകുന്നു. നമ്മുടെ സഹോദരന്മാർ സഭകളുടെ ദൂതന്മാരും, നോക്കിയ ഇവിടെ നമ്മുടെ സഹോദരൻ സഭകളുടെ ദൂതന്മാരും ക്രിസ്തുവിന് മഹത്വവുമാകുന്നു എന്നാണ് നമ്മളിവിടെ വായിപ്പാനിടയത്. അപ്പോൾ സഹോദരന്മാർ സഭകളുടെ ദൂതന്മാർ, ദൂതറിയിക്കുന്നവർ. പിന്നെ മാർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ 1-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? ഇത് യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ്. കർത്താവിന് വഴി ഒരുക്കുവിൻ, അവൻ്റെ പാത നിരപ്പാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നൊരു വാക്ക് എന്നിങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യോഹന്നാൻ വന്നു മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചും പാപമോചനത്തിനായിട്ടുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചും കൊണ്ടിരുന്നു. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ആണ് പറയുന്നത്. ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു എന്നാണ്. ഇനി നമ്മൾ യെശയ്യാവിന്റെ പുസ്തകവും 43-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നീ എനിക്ക് വിലയേറിയവനും മാന്യനും ആയി, ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിൻ്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. അല്ലേ? 1-ാമത്തെ വാക്യം, ഇപ്പോഴോ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ നിന്നെ നിർമ്മിച്ചതുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഇവിടെ യാക്കോബിനുള്ള ബന്ധത്തിൽ പറയുകയാണ്, നീ എനിക്ക് വിലയേറിയവനാണ്, എനിക്ക് നീ അതെ മാന്യനാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു എന്നാണ് ഇവിടെ വായിപ്പാനായിടയാച്ചത്. അപ്പോൾ ഈ സഭയെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അത് സഭയുടെ പാസ്റ്റർക്ക് സഭാജനത്തിന് എഴുതുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിപ്പാനിടയായിട്ടത്. അതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ വായിക്കുന്നത്, അതായത് കർത്താവ് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ, അതായത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സഭയുടെ നടുവിൽ നടക്കുന്നവനാണ്. ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മത്തായി തൻ്റെ സുവിശേഷം എഴുതി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സഭയുടെ നടുവിൽ നടക്കുന്നവൻ. യേശുവിൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും ദൈവസഭയ്ക്കകത്തുണ്ട്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ജനത്തിൻ്റെ നടുവിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട്.
ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികൾ ആത്മാവിലും സത്യത്തിലും അവനെ നമസ്കരിക്കണം. അപ്പോൾ നാം നമ്മുടെ കർത്താവിനെ ആത്മാവിൽ ആരാധിക്കണം, സത്യത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ ആരാധിക്കുന്നവരുടെ നടുവിൽ നമ്മുടെ യേശു കർത്താവുണ്ട്. ആകയാൽ ഈ നിമിഷത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ട കാര്യമില്ല, പേടിക്കേണ്ട കാര്യമില്ല. നാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, കർത്താവേ, ആമേൻ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ തന്നെ ഇതാ സമർപ്പിക്കുന്നു. നാം സമർപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ എല്ലാ ആഗ്രഹങ്ങളെയും കർത്താവ് നമുക്ക് നൽകി മാനിപ്പാനായിടയായിത്തരും. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, സഭയുടെ നടുവിൽ വസിക്കുന്ന നല്ല കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം എല്ലായ്പ്പോഴും സഭയോട് മാത്രമല്ല സഭാജനത്തോടും എല്ലാ ദൈവമക്കളോടും കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആകയാൽ അങ്ങയുടെ സാന്നിധ്യത്തിന് മറവിൽ ഞങ്ങളെ മറച്ച് അതേ അനുദിനം അനുനിമിഷം സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതേക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.